ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗെയിമർ. അപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങളും എന്നെ പോലെ തന്നെ എന്താ പരിപാടി എന്നായിരിക്കും ആദ്യം വിചാരിക്കുന്നത്. അപ്പൊ എന്താണ് പരിപാടി എന്ന് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൊണ്ട് ഓണാക്കി വെക്കണം. അപ്പൊ വരൂ ഗൈസ്, വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പൊ എന്താ പരിപാടി നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല ഗൈസ്, തത്തമംഗലം അങ്ങാടി വേലയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ കുതിരകൾ വന്നിട്ടുണ്ട് ഗൈസ്. അതിലൊരു കുതിരയെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ കുതിരനെ പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളും എന്നെ പോലെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും കെൻസോ കുതിരനെ വാങ്ങിയോന്ന്. എന്നാൽ ഞാൻ കുതിരയെ വാങ്ങിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുതിരന്റെ ഓണറിനോട് ഞാൻ കുതിരനെ ഒന്ന് തൊട്ടോട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇന്നാ പിടിച്ചോ പോട്ടെ എന്റെ കയ്യിൽ കുതിരനെ തന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്റെ കയ്യിൽ മാത്രമല്ല കേട്ടോ, എന്റെ അണ്ണന്റെ കയ്യിലും കുതിരയെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവര് പറയാനാണെങ്കിൽ എന്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഞാനൊന്ന് കുതിരനെ തൊടട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ എന്റെ കയ്യിൽ കുതിരനെ തന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് കുതിരനെ തൊടാൻ പറ്റുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവരാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുതിരനെ തന്ന ആളിനെ ഞാൻ കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ഈ കുതിരയുടെ ഓണറിന് ക്യാമറിന്റെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ അവരെ കാണിക്കാത്തത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുതിരകൾ മാത്രമല്ല, 2-3 ഒട്ടകവും വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇതുപോലെയുള്ള ഒട്ടകങ്ങളൊക്കെ നമ്മൾ കാണുന്നത് വിദേശ രാജ്യങ്ങളായ ദുബായ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലാണ് കേട്ടോ അധികവും നമ്മൾ ഇങ്ങനത്തെ ഒട്ടകങ്ങളൊക്കെ കാണാറുള്ളത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒട്ടകങ്ങളൊക്കെ കാണുന്നത് വലിയ അത്ഭുതമുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഒഴുകിക്കോളേ അലങ്കാരത്തിൽ ആടിക്കോളേ. ഈ കുതിരകളൊക്കെ തത്തമംഗലം അങ്ങാടി വേലയ്ക്ക് ഓടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ അങ്ങാടി വേലയ്ക്ക് കുതിരകൾ മാത്രമല്ല കേട്ടോ, കുറെ ആനകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ എന്റെ ചാനലിലുണ്ട്. അപ്പൊ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വേലയും കൂടിയാണ് ഈ തത്തമംഗലം അങ്ങാടി വേല. അതുപോലെ തന്നെ തത്തമംഗലം അങ്ങാടി വേല അറിയുന്നവരുണ്ടെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് കമന്റും കൂടെ ചെയ്യണേ. നമുക്ക് നോക്കാം എത്ര പേർക്ക് തത്തമംഗലം അങ്ങാടി വേല അറിയുമെന്ന്. അപ്പൊ മറക്കണ്ട, ഫുൾ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.